ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി ബി.ജെ.പി. ആണെന്നും 14 കോടി അംഗങ്ങൾ ഉണ്ടെന്നും അതിന്റെ എല്ലാ ക്രെഡിറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണെന്നും പാർട്ടി ദേശീയ പ്രസിഡന്റ് ജെ.പി. നദ്ദ പറഞ്ഞു. മോദിയെ പുകഴ്ത്തിയും RSSനെ പരാമർശിക്കാതെയും നടത്തിയ ജെ.പി. നദ്ദയുടെ പ്രസംഗം ബി.ജെ.പി. RSS ബന്ധത്തിലെ വിള്ളലിന്റെ ആഴമാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. 14 കോടി അംഗങ്ങളുള്ള ബി.ജെ.പി. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ദേശീയ പ്രസിഡന്റ് ജെ.പി. നദ്ദ വിശാഖപട്ടണത്ത് നടന്ന റാലിയിലാണ് പ്രസ്താവിച്ചത്. ബി.ജെ.പി. അംഗങ്ങളായ 14 കോടി ആളുകളിൽ 2 കോടി പേർ സജീവ പ്രവർത്തകരാണെന്നും 240 ലോക്സഭാ എംപിമാരും ഏകദേശം 1500 MLA-മാരും സംഘടനയ്ക്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിന്റെ എല്ലാ ക്രെഡിറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണെന്നും പാർട്ടി ദേശീയ പ്രസിഡന്റ് ജെ.പി. നദ്ദ പറഞ്ഞു. മാതൃസംഘടനയായ RSSനെ പരാമർശിക്കാതെ മോദിയെ പ്രശംസിച്ച നദ്ദയുടെ നടപടി വലിയ വിവാദത്തിലായിട്ടുണ്ട്. RSS നേതൃത്വവും ബി.ജെ.പിയുമായി നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതകളുടെ പ്രകടമായ തെളിവാണിതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കഴിഞ്ഞ വർഷമാണ് ബി.ജെ.പി. ഒരു സ്വതന്ത്ര സംഘടനയാണെന്നും RSSൽ നിന്നും സ്വതന്ത്രമായാണ് ബി.ജെ.പി. പ്രവർത്തിക്കുന്നതെന്നും ഒരു ദേശീയ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ നദ്ദ പറഞ്ഞത്. പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ നദ്ദയുടെ കാലാവധി 2024 ജൂണിൽ അവസാനിച്ചതാണ്. 1.5 വർഷമായി പാർട്ടി പ്രസിഡന്റ് നദ്ദയുടെ പിൻഗാമിയെ കണ്ടെത്താൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടില്ല. RSSനും ബി.ജെ.പിക്കും ഇടയിലെ പ്രശ്നങ്ങളാണ് പാർട്ടി പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതിൽ കാലതാമസം ഉണ്ടാക്കുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നു. നദ്ദയുടെ പിൻഗാമിയായി എത്തുന്നത് മോദിയുടെ വിശ്വസ്തനായ സഞ്ജയ് ജോഷിയാണെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ബി.ജെ.പി. ദേശീയ അധ്യക്ഷനെ തീരുമാനിക്കുന്നത് RSS അല്ലെന്നും RSS സർസംഘചാലക് മോഹൻ ഭാഗവത് കഴിഞ്ഞ മാസം വ്യക്തമാക്കിയിരുന്നു. ബി.ജെ.പിയുടെ വിഷയങ്ങളിൽ RSS സജീവമായി ഇടപെടാറില്ല. RSS ആണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ ഇത്ര വൈകുമോ എന്നുള്ള ചോദ്യവും മോഹൻ ഭാഗവത് ഉയർത്തുന്നുണ്ട്. നിലവിലെ അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ കാലാവധി പൂർത്തിയായിട്ട് 2 വർഷം പൂർത്തിയായിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ ചോദ്യങ്ങൾ ഉയരുന്നത്. മോദി നയിക്കുന്ന ബി.ജെ.പി. സർക്കാരും RSSും തമ്മിൽ അഭിപ്രായ ഭിന്നതകളും ഉണ്ടെന്നും ഉള്ള വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് മോഹൻ ഭാഗവതിന്റെ ഈ പ്രതികരണം എന്നുള്ളത് പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട്. ബി.ജെ.പി. പുതിയ അധ്യക്ഷനെ തീരുമാനിക്കാൻ എത്ര സമയം വേണമെങ്കിലും എടുക്കട്ടെ, അതിൽ RSSന് ഒന്നും പറയാനില്ല. എല്ലാ സംസ്ഥാന സർക്കാരുകളുമായി നല്ല ബന്ധമാണ്. വിവിധ പരിവാർ സംഘടനകൾ സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും ഒരേ അഭിപ്രായം ആവണമെന്ന് പറയാനാവില്ല എന്ന് മോഹൻ ഭാഗവത് ഈ യോഗത്തിൽ പറഞ്ഞിരുന്നു. ബി.ജെ.പി. പലപ്പോഴും സംഘത്തിന്റെ ഉത്തരവുകൾ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ സ്വീകരിക്കുന്നു എന്ന് പ്രതിപക്ഷം ആരോപിക്കാറുണ്ട്. ഇരുപക്ഷവും ആവർത്തിച്ച് നിഷേധിച്ച ആരോപണമാണിത്. ഏതെങ്കിലും പ്രത്യേക ഘട്ടങ്ങളിൽ ആവശ്യമെങ്കിൽ തീരുമാനങ്ങൾ കൂട്ടായി എടുക്കുമെന്നും മോഹൻ ഭാഗവത് വ്യക്തമാക്കി. നേതാക്കൾ എന്തൊക്കെ പ്രസ്താവന ഇറക്കിയാലും ഇരു കൂട്ടർക്കുമിടയിൽ വലിയ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നു എന്ന വിവരങ്ങളാണ് വിവിധ കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത്.